ICC ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റിനായുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിക്കാൻ ഇത്രയും സമയമെടുത്തത് സഞ്ജുവിനെ ചൊല്ലിയായിരുന്നു എന്ന റിപ്പോർട്ടാണ് ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ലഭിക്കുന്നത്. വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് സഞ്ജുവിനെ പരിഗണിക്കണമെന്ന് പ്രധാന കോച്ചായ ഗൗതം ഗംഭീർ ആവശ്യമുയർത്തിയപ്പോൾ ഋഷഭ് പന്ത് മതിയെന്ന് ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും സെലക്ടർ അഗാർക്കറും തീരുമാനിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം നടന്ന മീറ്റിംഗ് 2 മണിക്കൂറോളം നീണ്ടതും ഇതേ ചൊല്ലിയായിരുന്നു. ഫോമിലുള്ള സഞ്ജുവാണ് ടീമിൽ വേണ്ടത് എന്ന് ഗംഭീർ വാദിച്ചെങ്കിലും രോഹിത്തും അജിത് അഗാർക്കറും അത് സമ്മതിച്ചില്ല. പന്ത് തന്നെ ടീമിൽ തുടർന്നാൽ മതിയെന്നായിരുന്നു ഇരുവരുടെയും വാദം. തർക്കത്തിനൊടുവിൽ ഗംഭീറിന്റെ ആവശ്യം തള്ളി ഋഷഭ് പന്തിനെ ടീമിലെടുക്കാൻ സെലക്ഷൻ കമ്മിറ്റി തീരുമാനിക്കുകയായിരുന്നുവെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഹർദിക് പാണ്ഡ്യയെ വൈസ് ക്യാപ്റ്റൻ ആക്കണമെന്ന കോച്ച് ഗൗതം ഗംഭീറിന്റെ ആവശ്യവും അഗാർക്കറും രോഹിത്തും നിരസിച്ചുവെന്നും റിപ്പോർട്ടുണ്ട്. വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് ശുഭ്മാൻ ഗില്ലിനെയാണ് ഇരുവരും പിന്തുണച്ചത്. അങ്ങനെയാണ് ഗില്ലിനെ വൈസ് ക്യാപ്റ്റനായി തിരഞ്ഞെടുത്തത്. സെലക്ഷൻ കമ്മിറ്റി യോഗത്തിന് ശേഷം അഗാർക്കറും രോഹിത്തും നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സഞ്ജുവിനെ ഒഴിവാക്കിയതിനെ സംബന്ധിച്ച ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ മാധ്യമപ്രവർത്തകർക്ക് അവസരം ലഭിച്ചതുമില്ല. അതേസമയം സഞ്ജു വീണ്ടും ടീമിൽ നിന്ന് തഴയപ്പെട്ടതോടെ ഗംഭീറിന്റെ പഴയ ഒരു പോസ്റ്റ് വീണ്ടും വൈറലാവുകയാണ്. 2020 സെപ്റ്റംബർ 22 ചെയ്ത എക്സ് പോസ്റ്റിൽ സഞ്ജുവിനെ കുറിച്ച് ഗംഭീർ പറഞ്ഞത്, സഞ്ജുവിന് ഇന്ത്യയുടെ പ്ലേയിങ് 11-ൽ മാത്രമാണ് സ്ഥാനം കിട്ടാതിരിക്കുന്നതെന്നും മറ്റേത് ടീമിലായിരുന്നെങ്കിലും സഞ്ജുവിനെ ഇരു കൈയും നീട്ടി ടീമിൽ എടുക്കുമായിരുന്നു എന്നുമാണ് ഗംഭീർ പറഞ്ഞത്. ഇതിനൊപ്പം തന്നെ സഞ്ജുവിനെ കുറിച്ച് ഗംഭീർ മുമ്പ് നടത്തിയ പരാമർശങ്ങളെല്ലാം ആരാധകർ ഒന്നിനു പുറകെ ഒന്നായി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തു തുടങ്ങുകയാണ്. സഞ്ജു ഇന്ത്യക്കായി കളിച്ചില്ലെങ്കിൽ അത് അവന്റെ നഷ്ടമല്ലെന്നും ഇന്ത്യയുടെ നഷ്ടമാണെന്നും ഗംഭീർ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ബാറ്റ് ചെയ്യുന്നത് പോലെ ബാറ്റ് ചെയ്യാൻ കഴിവുള്ള താരമാണ് സഞ്ജുവെന്നും അവനെ ഒഴിവാക്കുന്നത് ഭാവിയിലെ ലോക 1-ാം നമ്പർ ബാറ്ററെ ഒഴിവാക്കുന്നതിന് തുല്യമാണെന്നും മുമ്പ് ഗംഭീർ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത്. എന്നാൽ ഇവിടെ സഞ്ജുവിനായി ഗംഭീർ ഒരുപാട് വാദിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. രോഹിത്തും അഗാർക്കറുമാണ് സഞ്ജുവിന്റെ എൻട്രി തടഞ്ഞത് എന്ന റിപ്പോർട്ടുകൾ എത്തുമ്പോൾ ഇരുവർക്കുമെതിരെ ആരാധകർ തിരിയുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഉള്ളത്. ഫോം ഔട്ടിൽ തുടരുന്ന ഗില്ലിനെ വൈസ് ക്യാപ്റ്റൻ ആക്കാൻ വാദിച്ചതും രോഹിത്തും അഗാർക്കറുമാണെന്ന് അറിഞ്ഞതോടെ ഇന്ത്യൻ ക്രിക്കറ്റിനെ ഉന്മൂലനം ചെയ്യാനാണോ ഇരുവരും ശ്രമിക്കുന്നത് എന്ന ചോദ്യവുമായി ആരാധകർ എത്തുകയാണ്. ഹർദിക് പാണ്ഡ്യയെ ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ ആക്കണമെന്ന് ഗംഭീർ ആഗ്രഹിച്ചു. എന്നാൽ അഗാർക്കറും രോഹിത്തും ഇതിനെ എതിർത്തു. ശുഭ്മാൻ ഗില്ലിന്റെ പേരാണ് ഈ സ്ഥാനത്തേക്ക് ഇരുവരും കണ്ടത്. അവസാനം 25-കാരനായ ഗില്ലിന് തന്നെ നറുക്കു വീണു. കഴിഞ്ഞ വർഷം ശ്രീലങ്കൻ പര്യടനത്തിനിടെയാണ് ഗിൽ ആദ്യമായി വൈസ് ക്യാപ്റ്റൻ ആകുന്നത്. അതേസമയം സഞ്ജുവിന്റെ പ്രകടനം കണ്ട മുൻ താരങ്ങളെല്ലാം തന്നെ സഞ്ജുവിനെ ടീമിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇതൊന്നും കണക്കിലെടുക്കാതെയുള്ള പ്രഖ്യാപനമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. എന്തായാലും സഞ്ജുവിനെ തഴഞ്ഞത് എന്തിനാണ് എന്ന ചോദ്യം കൂടുതൽ ശക്തമാവുകയാണ്.